ഒളിയുന്നു എന്നുള്ളതാണ്. ഏഷ്യ കപ്പിൽ UAE-ക്ക് എതിരെയുള്ള മത്സരത്തിൽ കളിക്കില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. കാരണം ICC മാച്ച് റഫറിയായ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്നായിരുന്നു PCB-യുടെ ആവശ്യം, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം. പക്ഷേ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ICC തള്ളിക്കളഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാൻ കളിക്കാർ ദുബായിലെ സ്റ്റേഡിയത്തിലേക്ക് വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 1 മണിക്കൂർ വൈകിയായിരിക്കും ടോസ്. ഇന്ത്യൻ സമയം 7:30-ക്കായിരുന്നു ടോസ് ഇടേണ്ടത്, പക്ഷേ അത് നടന്നില്ല. പകരം 8:30-ക്ക്, ഇന്ത്യൻ സമയം 8:30-ക്ക് ടോസ് ഇടും. 8 മണിക്ക് കളി നടക്കേണ്ടതായിരുന്നു, ഇന്ത്യൻ സമയം 8 മണിക്ക്. അതിന് പകരം 9 മണിക്ക്, ഇന്ത്യൻ സമയം 9 മണിക്ക്, അതായത് UAE ടൈം 7:30 മണിക്ക് കളി തുടങ്ങും. പാകിസ്ഥാനും UAE-യും തമ്മിലുള്ള. ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പാകിസ്ഥാൻ ഈ നാടകം കളിച്ചത് എന്നതുകൂടിയുണ്ട്. ICC-ക്ക് മുന്നിൽ ഒരു സമ്മർദ്ദം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് മുന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുവാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്ന ആവശ്യം. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ ഹസ്തദാനത്തിന് ഇന്ത്യൻ കളിക്കാർ തയ്യാറാകാതിരുന്നതിന് അതിന് തുടക്കത്തിൽ ടോസിന്റെ സമയത്ത് ആൻഡി പൈക്രോഫ്റ്റ് എന്ന മാച്ച് റഫറി ഈ കളിയിൽ ഹസ്തദാനം ഉണ്ടാവുകയില്ല, ഷെയ്ഖ് ഹാൻഡ് ഉണ്ടാവുകയില്ല എന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റനെ അറിയിച്ചു. ഇത് ICC-യുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനാൽ ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് 2 തവണ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ഒടുവിൽ കളിക്കാർ ഹോട്ടലിൽ തുടരുകയായിരുന്നു. ഏറെ വൈകിയാണ് കളിക്കാർ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത്. പാകിസ്ഥാന്റെ കളിക്കാർ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അല്പസമയത്തിനുള്ളിൽ ദുബായ് സ്റ്റേഡിയത്തിലേക്ക് വരും. നേരത്തെ തന്നെ UAE ടീം എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ടീം പിന്മാറും എന്നുള്ള ശക്തമായ സൂചനകളായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. പാക് താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. 1 മണിക്കൂർ കളി തടസ്സപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. ഏഷ്യ കപ്പിൽ നിർണായകമായ മത്സരമായിരുന്നു പാകിസ്ഥാന്റേത്. ഇന്നത്തെ കളിയിൽ നിന്ന് പിന്മാറിയാൽ ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പുറത്താകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. UAE സൂപ്പർ 4-ൽ കടക്കുമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ തന്നെ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ക്രിക്കറ്റ് താരങ്ങളോട് സ്റ്റേഡിയത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായ മോഹ്സിൻ നഖ്വി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മോഹ്സിൻ നഖ്വി നേരത്തെ മുൻ ചെയർമാനായ റമീസ് രാജിയുമായിട്ട് സംസാരിച്ചിരുന്നു, ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. എന്തായാലും ICC വഴങ്ങിയില്ല. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനും UAE-യും തമ്മിലുള്ള മത്സരം 1 മണിക്കൂർ വൈകി. പാകിസ്ഥാന്റെ നാടകം പൊളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലപാട് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇതോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയ മത്സരത്തിൽ പാക് താരങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്നാണ് നാടകീയമായ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ശരി, ഇതാണ് ഏഷ്യ കപ്പിലെ അപ്ഡേറ്റ്. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഇപ്പോൾ ശ്രീമതി TP സിന്ധുമോൾ പറഞ്ഞു.